ശ്രീ ജേക്കബ് ജോർജ് വിലയിരുത്തിയത് താങ്കൾ കേട്ട് കാണും. അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പരാജയമാണ് BJP SNDP സഖ്യത്തിന്റെ പരാജയം. അത് നിങ്ങളും ഒരുപക്ഷെ ശ്രീ PS ശ്രീധരൻപിള്ള അത് കേട്ടതിന്റെ സന്തോഷമാണോ മുഖത്ത് ചിരിയിലൂടെ കാണുന്നതെന്നുള്ള എനിക്ക് സംശയമുണ്ട്. എന്താണ് പ്രതികരണം? വെള്ളാപ്പള്ളി പരാജയപ്പെട്ടതിന്റെ ചിരിയാണത്. എൻ്റെ സുഹൃത്ത് വിനോയ് വിശ്വത്തെക്കാൾ ശക്തമായി ജേക്കബ് ജോർജ് ഞങ്ങൾ എതിർക്കുന്നത് കണ്ടപ്പോൾ, ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയതാ. വിനോയ് എപ്പോഴും അത് ജീവിതവൃതമാക്കിയ ആളാ. ഇത് കുറച്ചുകൂടെ ജേക്കബ് ജോർജ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൊതുസമൂഹത്തിന്റെ ആളുകൾ കൂടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, ഇപ്പൊ മറ്റുള്ളവരും കൂടി നിഷ്പക്ഷരായ ആളുകൾ കൂടി നിങ്ങളെ ഇങ്ങനെ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ല. അതായത് ഞങ്ങൾ അതിനൊക്കെ സ്വാഗതം ചെയ്തു തരില്ല, വിമർശനമല്ല ഏറ്റവും നല്ലത്. ഏതായാലും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ജേക്കബ് എന്ത് പറഞ്ഞാലും ശരി, ഒരിടം കിട്ടിയിരിക്കുന്നു. കാരണം രണ്ട് ശക്തമായ മുന്നണികൾ ഇവരെ 40 കൊല്ലമായിട്ട് അങ്ങോട്ടും രണ്ട് കുറ്റികളാണ്. ആ കുറ്റിയെ കെട്ടിയിട്ട് കേരളത്തെ കറക്കുക. ആ കറക്കൽ കഴിഞ്ഞിട്ട് അതല്ല മൂന്നാമൊന്നിന് സ്പേസ് ഉണ്ട്, ഇടമുണ്ടെന്ന് ഞാൻ നേരത്തെ ഓർമ്മയുള്ള ഈ ചർച്ചയെ പറഞ്ഞല്ലോ. ഒരു ഇടം കിട്ടാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഇടം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 6-7 മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമോ അല്ല ഒന്നാമത്തെ കക്ഷിയോ ഒക്കെ ആയിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അല്ല, കേരളത്തിൽ നിന്ന് മുമ്പ് ഒരിക്കലും ഇല്ല. പിന്നെ കിട്ടിയ വോട്ടിൻ്റെ ശതമാനം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ എന്തായാലും ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നേറ്റത്തിൽ വെള്ളാപ്പള്ളിക്കും കേരള പുലയ മഹാസഭയ്ക്കും അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ ഒക്കെ പിന്തുണ അത് തുടക്കമാണ്. ഒരു ബദൽ ശക്തി, മൂന്നാം ശക്തി ഉണ്ടാകുന്നു. അതിന് അമിത്ഷായുടെ നിർത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പൊ കൈ കഴുകി കഴിഞ്ഞു. അത് അങ്ങും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിന്നെ ഇത്രയും വാർഡുകളിൽ കുറച്ച് ഏതെങ്കിലും 1-2 വാർഡുകൾ പിടിക്കാനും കുറച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാനുമാണോ BJP ഈ വലിയ തരംഗമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്? ഇത്രയും ഇതിന് BJP ഒറ്റയ്ക്ക് നിന്നാൽ പോരായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുമല്ലോ, ഞങ്ങളുടെ എതിരാളികൾ അങ്ങനെ ചോദിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അമ്പരപ്പ് കൊണ്ടാണ്, അവരുടെ ഉള്ളിലുണ്ടാകുന്ന അമ്പരപ്പ് കൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10-20% വോട്ടൊക്കെ BJPക്ക് ഇപ്പോൾ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളെ തട്ടി മാറ്റിയിട്ട് ഞങ്ങൾക്ക് വരാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ മികച്ച ഒരു സാധ്യതയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രണ്ടാമത് വിനോയ് എന്നെ ഞങ്ങൾ കുറേ ആയി കണ്ടിട്ട്, വിനോയുടെ ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം കോഴിക്കോട്ട് വരും, അദ്ദേഹത്തെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഹിന്ദുക്കളുടെ വീട്ടിൽ ഒരു ലീഫ്ലെറ്റ്, മുസ്ലിമിൻ്റെ വീട്ടിൽ വേറെ ലീഫ്ലെറ്റ്, ബീഫിൻ്റെ ലീഫ്ലെറ്റ് വേറെ ചില വീടുകളിൽ. ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇതുണ്ടായ അവസരത്തിൽ എനിക്കറിയില്ല, ഈ അടിത്തറ ഇങ്ങനെ ആത്മാവിനെ പണയപ്പെടുത്തിക്കൊണ്ട് കുറെ സീറ്റ് നേടുന്നതാണോ നേട്ടം? ഇത്രയും മനുഷ്യ CPIയും ചിലടത്ത് മത്സരിച്ചു എന്നുള്ള വാർത്തയുണ്ട്. അവരെങ്ങാനും ചെയ്ത് നിങ്ങളുടെ തല ഇട്ടതാണ്. രണ്ട് കാര്യം ഞാൻ പറയട്ടെ. ഒന്ന്, LDFന്റെ വിജയത്തെ പറ്റി സഖാവ് കോടിയേരി നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ വിജയത്തിനെ സഹായിച്ച ഘടകങ്ങളായിട്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അത് CPI-CPM ഐക്യമായിരുന്നു. മുമ്പ് ഏത് കാലത്തേക്കാൾ കൂടുതലായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും CPI-CPM ബന്ധം ദൃഢമായിരുന്നു. അത് ആശയപരമായിരുന്നു, സംഘടനാപരമായിരുന്നു, രാഷ്ട്രീയമായിരുന്നു. ശ്രീധരൻപിള്ളയെ നല്ലവണ്ണം എനിക്കറിയാം, ലാലിനേക്കാളും അറിയാം. ഞങ്ങൾ ഇടപെട്ട ചർച്ചകൾക്ക് എണ്ണം കാണില്ല, അത്രയധികം ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. അപ്പോൾ അദ്ദേഹം ഓരോ ചർച്ചകളിലും ചർച്ചയ്ക്ക് അപ്പം എന്താണോ നല്ലത് അതിനടുത്ത ഒരു കാര്യങ്ങളൊക്കെ പറയും. അതിനപ്പുറത്ത് അതിനൊന്നും ഉത്തരം തരേണ്ട കാര്യം ഇപ്പോഴില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇവിടെ KPMSൻ്റെ പേര് പറഞ്ഞു, SNDPയുടെ പേര് പറഞ്ഞു. ഈ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടിത്തറ എന്താ ഐഡിയോളജി BJPയുടെ? BJP ഹിന്ദുത്വ എന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. അത് ഹിന്ദുമതമല്ല, അത് ചാതുർവർണ്ണത്തിൻ്റെ രാഷ്ട്രീയമാണ്, അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ പുറത്ത് നിൽക്കുന്ന BJPക്ക് ആശയപരമായി തന്നെ ഈഴവ സമുദായവുമായിട്ടോ പുലയ സമുദായവുമായിട്ടോ എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധമില്ല. ഈഴവ സമുദായവും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ ഏത് അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ വോട്ടിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ അർത്ഥത്തിൽ BJP ഇനി കൃത്യമായി അതിനുള്ള ഉത്തരം പറയേണ്ടി വരും. ആ നിരീക്ഷണങ്ങൾ പണ്ഡിതന്മാരും ഇനിയിപ്പോൾ നടത്തി, നിരീക്ഷകരുമൊക്കെ ഇനി അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളും തരേണ്ടി വരും. ഏത് അർത്ഥത്തിലാണ് ഈ സമുദായങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്?
വോട്ടിങ്ങിൽ ആ അർത്ഥത്തിൽ BJP പ്രചരിപ്പിച്ചതുപോലെയുള്ള വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ അവർക്ക് ഈ ഘട്ടത്തിൽ വോട്ടുകൾ ഒഴുകിയെത്തിയോ? ഈ സമുദായങ്ങൾ മുഴുവൻ അവർക്ക് വോട്ട് അനുകൂലമായി നൽകിയോ? അങ്ങനെയാണെങ്കിൽ ഇതാണോ ഫലമായി വരേണ്ടത്? ഇനി അവർക്ക് ഈ ഉത്തരങ്ങളല്ലേ പറയേണ്ടി വരിക? അതിനെ മറികടന്നുള്ള വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, പെട്ടെന്നൊരു പരീക്ഷണത്തിന് പോകാൻ BJPക്ക് സമയമുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം.